ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസി സിസ്റ്റർ ജോയ്സി പീറ്ററാണ്. അല്ലെങ്കിൽ വയനാട്ടിൽ നിന്നും നമ്മോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. വയനാടിന്റെ അവസ്ഥകൾ അല്ലെങ്കിൽ നാം കേട്ടുകൊണ്ടും വിഷമിച്ചുകൊണ്ടും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുകയാണല്ലോ. അല്ലെങ്കിൽ ആ ദേശത്ത് നിന്നാണ് ഇന്ന് കർത്താവിന്റെ ദാസി നമ്മുടെ ദൈവത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ വചനം കേൾപ്പിക്കുവാൻ പോകുന്നത്. കർത്താവിന്റെ വേലയിലേറിയ വർഷങ്ങളായി പ്രിയപ്പെട്ടവരായിരിക്കുന്നു. കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ പാസ്റ്റർ പീറ്ററിന്റെ സഹധർമ്മിണിയാണ് കർത്താവിന്റെ ദാസി. അവരുടെ കുടുംബമായി കർത്താവിന്റെ വേല ചെയ്യുന്നു. മോനും മോളുമുണ്ട്. അവര് മെഡിസിനും എഞ്ചിനീയറിങ്ങും ഒക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിലും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ അവര് അധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രിയ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകപ്രകാരമുള്ളതിനേക്കാൾ ഉപരിയായി മഹാരാജാവിന്റെ വേലയിൽ ഇത്രയും ശ്രദ്ധയോടെ കുഞ്ഞുങ്ങൾക്കും ആയിരിക്കാൻ ഇടയായത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക യാത്രകളൊക്കെ ചെയ്ത് പ്രദേശങ്ങളിൽ മാത്രമല്ല കർണാടകത്തിന്റെ ചുറ്റുവട്ട ദേശങ്ങളിലൊക്കെ കടന്നുപോയി മക്കളെ നേടുവാൻ തന്റെ കുഞ്ഞുങ്ങൾ വളരെ അധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രവർത്തനങ്ങളെ കർത്താവ് ധാരാളമായി മേൽക്കുമേൽ ദിനം ദിനം അനുഗ്രഹിക്കുവാൻ, വർദ്ധിപ്പിക്കുവാൻ നിത്യതയിൽ വലിയ സന്തോഷം അനേക ആത്മാക്കളെ പ്രസന്റ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസിക്കും കുടുംബത്തിനും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അല്പസമയം തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസിക്ക് അറിയാം. കർത്താവ് കൊടുത്തിരിക്കുന്ന ദൂതുകൾ ആലോചനകൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് നാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാന്, കർത്താവിനോട് ഒരു പടി കൂടി അടുക്കുവാന്, ക്രിസ്തുയേശുവിൽ വളരുവാനൊക്കെയും മുഖാന്തരമാക്കുന്ന ജീവന്റെ വചനം നമ്മെ വളർത്തുന്ന, നമ്മെ ശോധന ചെയ്യുന്ന, നമ്മെ സഹായിക്കുന്ന, ശുദ്ധീകരിക്കുന്ന ജീവന്റെ വചനങ്ങളുടെ മുൻപാകെ നമ്മുടെ ശിരസ് നമിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ട് ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ വിലയേറിയ ദാസിയെ വചനഘോഷണത്തിനായി വളരെ ആദരവോടും സ്നേഹത്തോടും കൂടെ ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇപ്രകാരം ഈ ഡിവൈസിൽ നമ്മൾ ഒരുമിച്ച് വിവിധ സ്ഥലങ്ങൾ, വിവിധ രാജ്യങ്ങളിലൊക്കെയും ഇരുന്ന് കർത്താവിനെ ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നല്ല കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. എന്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ. ദൈവത്തിന് സ്തോത്രം. നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ഫേബ സിസ്റ്റർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ ഫേബ സിസ്റ്ററെ പരിചയപ്പെടുത്തി കൊടുത്തത് ജെസി സിസ്റ്ററാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ രണ്ട് സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ നന്ദിയൊക്കെ ഞാൻ അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ സഹോദരിമാർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റേഴ്സിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിൽ ഇപ്രകാരം യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, 2-3 പേര് എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകല് നമ്മുടെ കർത്താവാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഏത് സ്ഥലത്തും ഇരുന്നോട്ടെ, ഏത് വീട്ടിലും ഇരുന്നോട്ടെ, ഏത് ഡിസ്ട്രിക്റ്റിലായിക്കോട്ടെ, രാജ്യത്തായിക്കോട്ടെ, സ്റ്റേറ്റുകളിലായിക്കോട്ടെ, ഇതൊന്നും കർത്താവിന് വിഷയമല്ല. നമ്മുടെ കൂടെ ഇന്നു പകല് കർത്താവ് കൂടെയുള്ളത് കൊണ്ട് ദൈവസന്നിധിയിൽ നാം ആ ദൈവ ഭയത്തോടെ, ദൈവിക നിർമ്മലതയോടെ, വിശുദ്ധിയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മളൊക്കെ ഈ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. മെസ്സേജുകളാണെങ്കിൽ കേൾക്കുന്നതിന് കയ്യും കണക്കുമില്ല. അത്രത്തോളം ദൈവവചനം നാം കേൾക്കുന്നുമുണ്ട്. എന്നാൽ അവിടെയൊക്കെ നാം പരിശോധിക്കേണ്ടത്, നമ്മൾ ഇത്രയൊക്കെ കേട്ടു, ആരാധിക്കുന്നുണ്ട്, പാടി ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്ര പേര് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മൾ നന്നായിട്ടുണ്ട്? ദൈവത്തിന് സ്തോത്രം. അതാണ് ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കേണ്ടത്. കർത്താവെ, നിന്റെ ഇഷ്ടത്തിൽ ഞാൻ ആയി തീർന്നിട്ടുണ്ടോ? നിന്റെ ഹിതത്തിലാണോ ഞാൻ നിൽക്കുന്നത്? നിന്റെ പ്ലാനുകളിലാണോ ഞാൻ നിൽക്കുന്നത്? ദൈവിക റൂട്ടിലാണോ ഞാൻ കാലെടുത്ത് വെച്ചിരിക്കുന്നത്? ദൈവിക പദ്ധതിയിലാണോ ഞാൻ ആയി തീർന്നിട്ടുള്ളത്? ഇതൊക്കെ ദൈവമക്കളെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. കർത്താവെ, ഞാൻ ആയി തീർന്നിട്ടുണ്ടോ? ഞാൻ എൻ്റെ വഴി ദൈവഹിതത്തിലുള്ള വഴിയിലാണോ?
അതല്ലെങ്കിൽ എന്റെ സ്വന്തം ബുദ്ധി കൊണ്ട് ഞാൻ യാത്ര ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ എന്റെ സ്വന്തം ആഗ്രഹപ്രകാരം ഞാൻ അങ്ങയുടെ വേല ചെയ്യുന്നതോ, അല്ലെങ്കിൽ ആത്മീക ജീവിതം നയിക്കുന്നതോ ആണോ? ഇതെല്ലാം നമ്മളോട് തന്നെ ഇന്ന് രാവിലെ സമയം നമ്മൾ ചോദിച്ചു നോക്കണം. ഞാൻ ആ ദൈവഹിതത്തിന്റെ പോയിന്റിലാണോ നിൽക്കുന്നത്, ദൈവഹിതത്തിന്റെ വേയിലാണോ നിൽക്കുന്നത്? അത് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം. ദൈവത്തിന് സ്തോത്രം. അത് കർത്താവിന്റെ ഹിതത്തിലേക്കാണോ എന്നൊന്ന് ചോദിക്കുമ്പോൾ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടായിരിക്കണം നാം ചോദിക്കേണ്ടത്. കർത്താവെ, നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? ആ ഇഷ്ടത്തിലാണോ ഞാൻ നിൽക്കുന്നത്? ഓരോ ദിവസങ്ങളിലും ദൈവമക്കളെ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം. കർത്താവേ, നാം ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ, ദേശത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നവരാ, നാം സ്റ്റേറ്റുകൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയമുള്ളവർക്ക് വേണ്ടി, നമ്മുടെ നെയ്ബേഴ്സിന് വേണ്ടി, ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ. എന്നാൽ ഇന്ന് പകലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, നാം കർത്താവിനോട് ചോദിക്കേണ്ടതും ദൈവഹിതത്തിലാണോ ഞാൻ നിൽക്കുന്നത്, ദൈവ ഇഷ്ടം തന്നെയാണോ എന്റെ ജീവിതത്തിൽ നിറവേറുന്നത്? പ്രിയ നിമ്മി സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോ ആ ഓരോ വാചകങ്ങളും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അനേകം മെസ്സേജുകളൊക്കെ കേട്ടു. പക്ഷെ അതിനനുസരിച്ച് ഒത്തവണ്ണം പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷെ പല തടസ്സങ്ങളാ. എന്നാൽ പത്രോസിന്റെ വിഷയമൊക്കെ എടുത്ത് സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ഇതേ വിഷയങ്ങളിലേക്കായിരുന്നു ദൈവാത്മാവ് ഇന്ന് പകൽ എന്നെ കൊണ്ടുവരുന്നതും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ദൈവം മുൻപാകെ ആയിരിക്കാം. വചനം പ്രാവടയുന്നതിന് മുൻപായി തന്നെ എന്നെ തന്നെ ഹേമ പരിചയപ്പെടുത്തിയല്ലോ. ഞങ്ങൾ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കുടുംബമായി ഞങ്ങൾ നിലനിൽക്കുന്നു. ലിവിംഗ് ഫൗണ്ടൈൻ ഗ്ലോബൽ മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു മിനിസ്ട്രിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു നെയ്മിൽ നിൽക്കാൻ പറഞ്ഞതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ കർത്താവ് പറയുന്നത് അനുസരിച്ച് അങ്ങനെ ഞങ്ങൾ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ ഞങ്ങൾ കർണാടകയാണ്. ഞങ്ങൾ വർഷങ്ങളായി അവിടെയായിരുന്നു ദൈവവേല ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോഴും ഞങ്ങൾ അവിടെ നമ്മുടെ ദൈവസഭ അവിടെ ആയിരിക്കുന്നു. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ച് വയനാട്ടിലും ഞങ്ങൾ എന്ത് ചെയ്തു, കർത്താവിന്റെ വേല സ്റ്റാർട്ട് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുപോലെ തന്നെ മൈസൂർ, ബാംഗ്ലൂർ ഇവിടെയൊക്കെയും കർത്താവിൽ ആശ്രയിച്ച് പുതിയ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. കുടുംബമായി ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നു കഴിഞ്ഞു. അവർക്കും ദൈവമായ കർത്താവ് മാന്യമായ എഡ്യൂക്കേഷനൊക്കെ കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞു, ഇനി എന്റെ വേല ചെയ്തിരിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് 2 കുഞ്ഞുങ്ങളും ദൈവവേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവരെ ആ രീതിയിൽ പരിശുദ്ധാത്മാവ് ട്രെയിൻ ചെയ്തെടുത്തത് കൊണ്ടും അതിനായി ദൈവം ഞങ്ങളെ ഉപയോഗിച്ചത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാ ജോലിയേക്കാൾ ഉപരിയായി, എല്ലാ വിധത്തിലുള്ള ലോകത്തിന്റെ മാന്യതയേക്കാൾ ഉപരിയായി ദൈവവേലയാണ് ഏറ്റവും വലുതെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടും അങ്ങനെ ദൈവകൃപയിൽ വളർന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയത് കൊണ്ടും കുഞ്ഞുങ്ങളെയും അതേ ദർശനങ്ങൾ ഇട്ടുകൊടുത്ത് പഠിപ്പിച്ചു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അവരും ഇന്ന് പകൽ ഞങ്ങളോട് ഒരുമിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ദൈവവേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. എൻ്റെ അച്ഛനും കൊടകിൽ, ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ കൊടകിലാണ് ഞങ്ങൾ ആദ്യമായി അവിടെ ഒന്നേന്നും പറഞ്ഞ് തുടങ്ങിയ ഒരു വർക്കായിരുന്നു. അതിനോടനുബന്ധിച്ച് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ 7 ദിവസങ്ങൾ അവിടെ ജയിലിൽ കിടപ്പാൻ ഇടയായി തീർന്നു. ഇങ്ങനെയെല്ലാം ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ, കഷ്ടതകളിൽ കൂടെ, പ്രതിസന്ധികളിൽ കൂടെയൊക്കെ കർത്താവ് കടത്തി വിട്ടു. എങ്കിലും അതൊന്നും ഞാനത് ഭാരമായി കാണുന്നില്ല. കർത്താവിന്റെ വേലയിൽ ഇതെല്ലാം ഉണ്ട്. നമ്മുടേതായ ചിന്തകളൊന്നുമല്ല ദൈവിക പദ്ധതികളും പ്രവർത്തികളും എന്ന് പറയുന്നത്. ദൈവവേല ഒരിക്കലും ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടുള്ളതല്ല. അതെല്ലാം വ്യക്തമായി അറിയുന്നത് കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും മുന്നോട്ട് പോയി ദൈവത്തിന്റെ ഇഷ്ടം മാത്രം മതി എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശ്വസനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ രാവിലെ സമയം
കർത്താവെ, ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഓരോരുത്തരോടും വ്യക്തമായി അങ്ങ് സംസാരിക്കണമേ. ഞങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്ന ദൈവമാ, അപ്പോൾ തന്നെ നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവവുമാണ്. കർത്താവെ, ഇന്ന് ഈ സമയം ഈ ഡിവൈസിലുള്ള എല്ലാ സഹോദരങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങയുടെ കൃപയിൽ എല്ലാവരും നിൽക്കട്ടെ കർത്താവെ. ഞങ്ങൾ പേരുകൊണ്ട് വിശ്വാസികൾ എന്നുള്ളതല്ല, ഞങ്ങൾ പ്രവർത്തികൾ കൊണ്ട് അത് തെളിയിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരാത്മീയ അനുഭവത്തിലേക്ക് ദൈവാത്മാവ് ഞങ്ങളെ നടത്തണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ കർത്താവേ. ഇന്ന് പകല് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആരൊക്കെയാണ് ആത്മീക ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ എവിടെയെല്ലാം സാത്താൻ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ മണ്ഡലങ്ങളെ, ആ ബോണ്ടേജുകളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ബ്രേക്ക് ചെയ്യുകയാണ്. ഇന്ന് പകരം ദൈവത്തിന്റെ അസാധാരണ ദൈവപ്രവർത്തികൾ, ദൈവശക്തിയുടെ കരങ്ങൾ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ഞങ്ങളിൽ മാത്രമല്ല വിടുതലുകൾ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വിടുതലുകൾ നടക്കട്ടെ, ഞങ്ങളുടെ തലമുറകളിൽ വിടുതലുകൾ നടക്കട്ടെ, ഞങ്ങളുടെ ദേശങ്ങൾ വിടുതലുകൾ പ്രാപിക്കട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഓ എത്ര പ്രാർത്ഥിച്ചിട്ട് മുന്നേറാൻ പറ്റുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ട് ഉയർന്നു വരാൻ കഴിയുന്നില്ല. അങ്ങനെ ഉള്ളവരെ, ഇതിന്റെ അകത്തിരിക്കുന്നവരെ പരിശുദ്ധാത്മാവെ കാണുന്നുണ്ട്. ഇന്ന് പകൽ അങ്ങനെയുള്ളവർക്ക് വിടുതലുകൾ കൽപ്പിക്കണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ എവിടെയെല്ലാം സാത്താൻ അങ്ങനെയുള്ളവരെ ബൈൻഡ് ചെയ്തിട്ടുണ്ടോ യേശുവിന്റെ നാമത്തിൽ അത് ബ്രേക്ക് ആകട്ടെ, ബ്രേക്ക് ആകട്ടെ, ബ്രേക്ക് ആകട്ടെ. വിടുതലുകൾ പ്രാപിക്കട്ടെ. ജനത്തിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ഓ റിക്കാനോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുക, ദൈവമക്കള് ഇതിന്റെ അകത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഒരു വിടുതലിലേക്ക് കടന്നു വരാൻ കഴിയാതെ എവിടെയൊക്കെയോ ശത്രു ബന്ധിച്ച് ഒതുക്കി നിർത്തിയ മണ്ഡലങ്ങൾ, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, അങ്ങനെ ഉള്ളവർക്ക് ഇന്ന് പകല് ഒരു വിടുതൽ നൽകി തരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. എത്ര പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്നില്ല, പ്രാർത്ഥനയിൽ വിടുതലുകൾ നടക്കുന്നില്ല, പ്രാർത്ഥനയിൽ എവിടെയൊക്കെയോ കെട്ടുകൾ കെട്ടിവെച്ചതുപോലെ നിൽക്കുന്ന അനുഭവങ്ങള്, വാ തുറന്ന് ആരാധിക്കാൻ കഴിയുന്നില്ല, വാ തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, വാ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഉള്ള വ്യക്തികളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾക്ക് വിടുതലുകൾ സംഭവിക്കട്ടെ. In the name of Jesus, അങ്ങനെ സംഭവിക്കട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. നിങ്ങൾ എല്ലാവരും മാത്രം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നേ. ഇത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വിടുതലുകൾ സംഭവിക്കുക, വിടുതലുകൾ സംഭവിക്കുക. ദൈവ പ്രവൃത്തി നിങ്ങളുടെ ശരീരങ്ങളിലേക്ക്, നിങ്ങളുടെ മനുഷ്യകളിലേക്ക്, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, നിങ്ങളുടെ തലമുറകളിലേക്ക്, നിങ്ങളുടെ ദേശങ്ങളിലേക്ക് ഇന്ന് മകൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തികളെ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുമാറാകട്ടെ. തലകളുടെ മേൽ മന്ദതകളിട്ട്, തലകളുടെ മേൽ മന്ദതകളിട്ട് അതിൽ പോകാതെ, വിടുതലുകൾ സംഭവിക്കാതെ, ഏത് സമയത്തും തലയ്ക്ക് മക്ക് പിടിച്ചതുപോലെ മന്ദതകളിടുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് മകൾ യേശുവിന്റെ നാമത്തിൽ ഈ സമയം ബ്രേക്ക് ആകട്ടെ, ബ്രേക്ക് ആകട്ടെ,
ബ്രേക്ക് ആകട്ടെ കർത്താവേ. റിബബ റെക്കനഗ ലാരകശ റബന ഗതുരഗതി റൈഡ വാനഗ റഗതിര. വിടുതൽ സംഭവിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ശക്തമായ ദൈവ സാന്നിധ്യം ദൈവമേ ഡിവൈസിലുള്ള ഓരോ പ്രിയപ്പെട്ടവരിലേക്ക് കടന്നു ചെല്ലട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. കർത്താവേ, ഇന്ന് പകലും എന്റെ ദൈവം ഞങ്ങളോട് സംസാരിക്കണം. വചനത്തിൽ കൂടെ നീ ഞങ്ങളോട് ഇടപെടണം. അപ്പോൾ തന്നെ ഈ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവേ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഒരു ചെവിയിൽ നിന്ന് കേട്ട് മറ്റൊരു ചെവിയിൽ കൂടെ പോകാനായിട്ടല്ല, ഞങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് അത് തറച്ചു നിൽക്കുന്ന വചനങ്ങളായിരിക്കണം. ആ വചനങ്ങളെ കണ്ടുകൊണ്ട്, വചനങ്ങളെ കേട്ടുകൊണ്ട് ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ഉറപ്പോടും ധൈര്യത്തോടും ശുദ്ധീകരണത്തോടും വിശുദ്ധ ജീവിതത്തോടും കൂടെ നീ ഞങ്ങളെ നിർത്തണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് വേദപുസ്തകത്തിലേക്ക് കടന്നു വരാം. ദൈവാത്മാവ് എന്നോട് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത് നിങ്ങൾ കേട്ടല്ലോ. ഞാൻ ഒരു കാര്യം എടുത്തു പറയാൻ പോകുക. നിങ്ങളെല്ലാം ഇന്ന് പകല് ഇതിന്റെ അകത്ത് 73 പേരെ ഞാൻ കാണുന്നുണ്ട്. ദൈവസന്നിധി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ 73 പേരും ഇന്ന് പകൽ വിടുതൽ പ്രാപിക്കാൻ പോകുക. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പകൽ ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കേട്ടുകളെ ആഴിച്ചു പുറത്തു കൊണ്ടുവരാൻ പോവുക. ഇന്ന് മുതൽ നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യം, വ്യക്തമായ ഒരർത്ഥം തന്ന്, ലക്ഷ്യം തന്ന്, ഉറപ്പ് തന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാവരെയും കർത്താവ് ഉപയോഗിക്കാൻ പോകുകയാ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, വിശാലതയ്ക്ക് വേണ്ടിയാ നമ്മളൊക്കെ ദൈവസന്നിധിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. നമുക്കൊക്കെ അല്പം ആയുസ് എത്ര വരെയാണെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ആയുസ് കർത്താവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാനാ ദൈവം നമ്മളെ ഈ ആയുസ്സിൽ നമ്മളെ നിർത്തി വെച്ചിരിക്കുന്നത്. നമ്മൾ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് അതങ്ങനെയാ ഇതെങ്ങനെയാ ലോകത്ത് നടക്കുന്നത് കണ്ട് ദുഃഖിക്കാനും ക്ലേശിക്കാനും നിരാശപ്പെടാനും ഭാരപ്പെടുവാനുമല്ല. അതെല്ലാം ലോകത്തിൽ ദൈവവചനത്തിൽ എന്ത് പറയപ്പെടുന്നോ അതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കേണ്ടത് തന്നെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് ഭാരപ്പെടാനല്ല നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അത് കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല നമ്മളെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന സമയം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താനാ. അതാണ് യേശുവിന്റെ അടുക്കൽ നമ്മൾ ചെല്ലുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കുന്നതും അത് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് തന്ന ആയുസ് നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു. നിങ്ങൾക്ക് അന്നേരം പറയാൻ പറ്റത്തില്ല, ഞങ്ങൾ ജോലി ചെയ്തു, 3 നേരം ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ അല്പമായി പ്രാർത്ഥിച്ചു, ഞങ്ങൾ കിടന്നുറങ്ങി. അങ്ങനെ 1-ാം ദിവസം പോയി, 2-ാം ദിവസവും സെയിമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഞങ്ങൾ ചെയ്തു, 3-ാം ദിവസവും സെയിമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ കാലങ്ങൾ തീർന്നു കർത്താവേ, ഞങ്ങളെ നീ വിളിച്ചു, ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു. മ്യൂട്ടായി. കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം, 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 കേൾക്കാം. അപ്പോഴല്ലേ എനിക്ക് കോളുകൾ വരുന്നുകൊണ്ട് ഡിസ്റ്റർബൻസ് വരുന്നു, സോറി. അപ്പോൾ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിച്ച് കർത്താവ് പറയും, അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ലേ ദൈവമക്കളെ ചെയ്തത്? എനിക്ക് വേണ്ടി എന്നാ ചെയ്തു? അതാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലും നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നവരായിരിക്കണം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം. നമുക്ക് സാക്ഷ്യം പറയാനൊക്കെ ഇഷ്ടം പോലെ കഴിയും, പക്ഷെ നമ്മൾ അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. നമുക്ക് വചനം പറയാൻ കഴിയും, പക്ഷെ അത് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. ഇതാണ് ആത്മീക ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വെറുതെ ദൈവവചനം കേട്ടിട്ട് അനങ്ങാതിരുന്ന് ഉറക്കം തൂങ്ങിയും ഉറങ്ങിയും ജീവിതം കഴിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ലഭിക്കുന്ന സമയങ്ങളെല്ലാം നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കണം. ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രയോജനമുള്ളവരായി നമ്മൾ മാറുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായി ദൈവത്തോട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ദൈവമേ, എന്റെ ജീവിതത്തിലുള്ള മന്ദതകളെ മാറ്റി ഞാനൊന്ന് ആത്മാവിൽ സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ
ഇങ്ങനെ തന്നെ സിസ്റ്റർ പ്രാർത്ഥിച്ചോണം. ദൈവമേ, എന്റെ മന്ദതകൾ മാറണം. ഞാൻ ആത്മാവിൽ സടകുടഞ്ഞ് എഴുന്നേറ്റ് ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവമേ നീ എന്നെ ഉപയോഗിക്കണമേ എന്ന് ശക്തമായി സിസ്റ്റർ പ്രാർത്ഥിച്ചോണം. നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നതായ സകല വിധത്തിൽ ഉള്ളതായ ആ ഉൾവലിയുന്ന അനുഭവങ്ങള്, നിങ്ങളെ ഒതുക്കിയിടുന്ന അനുഭവങ്ങള് ഇന്ന് നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുകയോ, അതിനെ നിങ്ങൾ പൊട്ടിച്ച് പുറത്തു വരുന്ന നിമിഷങ്ങളാക്കി നിങ്ങൾ മാറ്റിയെടുത്തോണം. ദൈവം നിങ്ങളെ ഒരു പ്രത്യേകമായ ഒരു മേഖലയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടാകാൻ പോവുകയാ. ദൈവത്തിന്റെ ഒരു പ്രത്യേക പദ്ധതിയിൽ നിങ്ങൾ കണ്ടതാ. പക്ഷെ പിശാച് പലപ്പോഴും നിങ്ങളെ ഒതുക്കി നിർത്തി മുന്നോട്ട് വിടാതെ നിങ്ങളെ ആക്കി വെച്ചു പല ശാരീരിക അസ്വസ്ഥതകൾ നിങ്ങളിലേക്ക് ഇട്ടു തന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുക അങ്ങനെയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റിസ്റ്റോറേഷൻ ദൈവാത്മാവ് നൽകിത്തരാൻ പോകുകയാണ്. ദൈവാത്മാവ് വ്യക്തമായി ആലോചന അറിയിക്കുക. ഇത് കണ്ട് നിങ്ങൾ ഉണർന്നു. കാരണം യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ കർത്താവിന്റെ സ്നേഹം നിങ്ങളുടെ മേൽ കിടക്കുകയാ. നിങ്ങൾ ചിന്തിക്കും, എന്നെ ആരും സ്നേഹിക്കാനില്ല, വേണ്ട വിധത്തിൽ കരുതാനില്ല, വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാൻ ആരുമില്ല. എന്നാൽ ദൈവാത്മാവ് പറയുക അങ്ങനെയല്ല. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ മേൽ കിടക്കുന്നുണ്ട്. നിങ്ങളുടെ പാല മുതൽ പാല വരെ ആ ദൈവ സ്നേഹത്തിന്റെ താഴോടലുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നത്. ദൈവ സ്നേഹത്തിന്റെ താഴോടലുകൾ നിങ്ങളുടെ മേൽ ദൈവാത്മാവിനോട് വ്യക്തമായി പറയുന്നു. നിങ്ങളോട് പരിശുദ്ധാത്മാവ് അത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തത് പറയുകയാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിലായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചേൽപ്പിച്ചു. കർത്താവേ, ആ സ്നേഹത്തിന്റെ തലോടൽ ഞാൻ ഇന്നു പകൽ അനുഭവിച്ചെങ്കിൽ തുടർന്നും ഞാൻ അത് അനുഭവിച്ചു കൊണ്ടിരിക്കട്ടെ. എന്റെ ജീവിതത്തിൽ നീ എന്നെ വിളിച്ച ഒരു വിളിയുണ്ട്. ആ വിളിക്കൊത്തവനെ മുന്നോട്ട് പോകാൻ എന്റെ ഈ ഒതുക്കങ്ങളെ മാറ്റി നിർത്തി, എന്റെ ഈ അനുഭവങ്ങളെ മാറ്റി നിർത്തി യഥാർത്ഥ ഒരു റിസ്റ്റോറേഷൻ എന്റെ ശരീരത്തിൽ നൽകി തരണം, എന്റെ മൈൻഡിൽ നൽകി തരണം, എന്റെ ജീവിതത്തിൽ നൽകി തരണം, എന്റെ കുടുംബത്തിൽ എന്റെ ദൈവമേ നീ റിസ്റ്റോറേഷൻ നൽകി തരണമേ എന്ന് പറഞ്ഞു ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ ദൈവ പൈതലേ. ദൈവം നിനക്ക് വേണ്ടി കരുതുക തന്നെ ചെയ്യും. നമുക്ക് വചനത്തിലേക്ക് നമുക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം. ദൈവാത്മാവെന്നെ ഏൽപ്പിച്ച വചനത്തിൽ അതിനെ തൊട്ട് പോകാൻ മാത്രമാണ് എന്റെ മുമ്പിൽ ഇനി സമയമുള്ളൂ. നമുക്ക് ഏൽപ്പിച്ച ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. 17-ാം അധ്യായം 1 മുതൽ അതിന്റെ 5-ാമത്തെ വാക്യം വരെയാണ് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നത്. അബ്രാഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ നിന്റെ പേർ അബ്രഹാം എന്നിരിക്കണം. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും. ദൈവത്തിന് സ്തോത്രം. അനേക മെസ്സേജുകൾ നമ്മൾ ഈ വചനത്തിൽ കൂടെ കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവാത്മാവനോട് പറഞ്ഞ പോയിന്റിലേക്ക് മാത്രം കടന്നു വരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അബ്രഹാമിനോട് 99 വയസ്സായപ്പോൾ എന്ത് ചെയ്തു? അബ്രഹാമിന് പ്രത്യക്ഷനായി ദൈവം. 75-ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച വ്യക്തിയാണ്. പക്ഷെ 99 വയസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം വീണ്ടും അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. അബ്രഹാമേ, നിനക്ക് ഇപ്പോൾ 99 വയസ്സായി. ദൈവത്തിന് സ്തോത്രം. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കരായിരിക്കണം. അതായത് 75 വയസ്സ് തൊട്ട് 99 വരെ നിന്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ളതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വന്നു. എന്നാൽ 99 ഞാൻ നിന്നോട് പറയുകയാണ്, നീ എന്റെ മുൻപാകെ എന്ത് ചെയ്യണം? നിഷ്കളങ്കനായിരിക്കണം. എബ്രഹാമിന്റെ വ്യക്തമായ അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്നെ പോയിന്റ് ചെയ്തിട്ടുള്ള, എന്നെ കൊണ്ടുവന്ന ആ ദൈവിക വാക്കിൽ മാത്രം നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നോക്കിക്കേ, പ്രായം കർത്താവിന് വ്യത്യാസമല്ല. 60 ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ, 25 ആയിക്കോട്ടെ, 20 ആയിക്കോട്ടെ, 70 ആയിക്കോട്ടെ, 80 എത്രയിലും ആയിക്കോട്ടെ. ദൈവം ഇന്ന് രാവിലെ സമയം നമ്മളോട് വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്.
അബ്രാഹാമിനോട് 99 വയസ്സായപ്പോ പറഞ്ഞു, നീ എന്റെ മുൻപാകെ നിഷ്കളങ്കനായി എന്ത് ചെയ്തോണം? നടന്നുകൊള്ളണം. ഇന്ന് പകൽവേളയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കാനുള്ളതും അത് തന്നെയാ. നിഷ്കളങ്കനായിരുന്നോണം. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ ഞാൻ സിമ്പിൾ ആക്കി പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കാം. കളങ്കമില്ലാതെ ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു കളങ്കവും എന്ത് ചെയ്യരുത്? പറ്റുവാൻ അനുവദിക്കരുത്. ദൈവത്തിന് സ്തോത്രം. 75-ാമത്തെ വയസ്സ് തൊട്ട് 99 വയസ്സ് 98 വയസ്സ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നു കളഞ്ഞു. പക്ഷേ 99-ൽ ഞാൻ നിന്നോട് പറയുക, നീ എന്റെ മുൻപാകെ എന്നെ ചെയ്യണം, നിഷ്കളങ്കനായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമ്മളോട് ഇത് തന്നെയാ സഹോദരങ്ങളെ പറയുന്നത്. നമുക്ക് എത്ര വയസ്സ് വരെ ആയിക്കോട്ടെ, ഇന്ന് നമ്മൾ ഏത് വയസ്സിലാണ് നിൽക്കുന്നത് അതൊന്നും ദൈവത്തിന് വിഷയമല്ല. പക്ഷെ ഈ വയസ്സിൽ ഇന്ന് വരെ നമ്മൾ എത്തി. പക്ഷെ തുടർന്ന് പരിശുദ്ധാത്മാവിനെ നമ്മളോട് പറയാനുള്ളത്, കളങ്കം പറ്റാൻ അനുവദിക്കരുത്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയൊക്കെ ആത്മീക ജീവിതത്തിൽ നമുക്ക് കളങ്കം പറ്റുന്നത്? പല വിധത്തിലും കളങ്കം പറ്റും. ചിന്തയിൽ കളങ്കം പറ്റും, നോട്ടത്തിൽ കളങ്കം പറ്റും, സംസാരത്തിൽ കളങ്കിതരാകും, മറ്റുള്ള അഭിഷിക്തന്മാരെ കുറ്റം പറയുമ്പോൾ കളങ്കരാകും, വിശ്വാസികളെ കുറ്റം പറയുമ്പോൾ കളങ്കിതരാകും. ഇങ്ങനെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചിന്തകൾ കൊണ്ടെല്ലാം കളങ്കങ്ങൾ സംഭവിക്കും. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, അങ്ങനെ ആകരുത്. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചോണം. ദൈവമക്കളാന്നും പറഞ്ഞ് വായി വരുന്നതെല്ലാം വിളിച്ചു പറയേണ്ടവരല്ല നമ്മൾ. എല്ലാത്തിനും ഒരു പരിജ്ഞാനമുണ്ട്, എല്ലാത്തിനും ഒരു അടക്കമുണ്ട്, എല്ലാത്തിനും ഒരു വിവേകമുണ്ട്, എല്ലാത്തിനും ഒരു പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ വിവേകത്തിൽ, സ്വർഗീയ ജ്ഞാനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുകയാ, കളങ്കം നമ്മുടെ ജീവിതത്തിൽ പറ്റരുത്. ദൈവത്തിന് സ്തോത്രം. എന്തിനാ നിന്നെ അങ്ങനെ ദൈവം വിളിച്ച് നിന്നെ നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇന്ന് വരെ നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ ഒന്നും എന്തു ചെയ്തിട്ടില്ല, നിറവേറിയിട്ടില്ല. പക്ഷേ 99-ാമത്തെ വയസ്സ് മുതൽ നിന്നോടുള്ള വാഗ്ദത്തം എനിക്ക് നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും നിനക്കും മധ്യേ ഒരു നിയമം ഞാൻ വെച്ചിട്ടുണ്ട്. ആ നിയമത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരാൻ പോകുകയാ. നമ്മൾ മനസ്സിലാക്കിക്കണം. ദൈവം പറയുകയാണ്, അബ്രാഹാമേ, എനിക്കും നിനക്കും മധ്യേ ഒരു കവനന്റ്, ഒരു നിയമമുണ്ട്. ആ നിയമം വെച്ചാ ഞാൻ നിന്നെ വിളിച്ചത്. പക്ഷെ ആ നിയമത്തിന്റെ ഉള്ളിലേക്ക്, ആ കവനന്റിന്റെ ഉള്ളിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരാൻ പോകുക. പക്ഷേ അങ്ങനെ കൊണ്ടുവരുന്നതിന് മുൻപ് നീ എന്റെ മുൻപാകെ എങ്ങനെയായിരിക്കണം? നിഷ്കളങ്കനായിരിക്കണം. കളങ്കം നിന്റെ ജീവിതത്തിൽ വന്നാൽ ആ കവനന്റിലേക്ക് എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ആ വാക്യത്തിലേക്ക് എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ നീ നിഷ്കളങ്കതയോടെ നിന്നാൽ, കളങ്കമില്ലാതെ നിന്നാൽ, കളങ്കം പറ്റാതെ നിന്നാൽ എന്ത് ചെയ്യാം? നിന്നെ ആ കവനന്റിന്റെ ഉള്ളിലേക്ക് ഞാൻ കൊണ്ടുവരും, നിന്നെ ആ നിയമത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ കൊണ്ടുവരും. അബ്രാഹാം എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതെല്ലാം കേട്ടു. എന്നിട്ട് ബാക്കിയും കൂടെ ദൈവം അങ്ങ് പറഞ്ഞു കൊടുക്കുക. ഇനി നിന്നെ എന്ത് ചെയ്യുകയാണ്? അബ്രാം എന്നല്ല വിളിക്കുന്നത്, അബ്രഹാം എന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്യാൻ പോവുക? ഇന്ന് തൊട്ട് ഞാൻ നിന്നെ വിളിക്കാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, കവനന്റിന്റെ ഉള്ളിലേക്ക് അബ്രഹാമിനെ ദൈവം കൊണ്ടുവരികയാ. എപ്പോഴാ? 99-ാമത്തെ വയസ്സിൽ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും എത്ര ദൈവാലോചന കേട്ടു, എത്ര പ്രോഫസി നമ്മൾ കേട്ടു. എന്നിട്ട് നമ്മൾ പറയും, ഇതുവരെ ആ പ്രോഫസി ഒന്നും എന്റെ ജീവിതത്തിൽ നിറവേറിയില്ല, എന്റെ കുടുംബത്തിൽ നിറവേറിയില്ല, എന്റെ തലമുറകളിൽ, എന്റെ സഭയിൽ, ഞാൻ പോകുന്ന ഇടങ്ങളിൽ ആ പ്രോഫസി ഒന്നും നിറവേറിയില്ല. ദൈവത്തിന് പറയാനുള്ളത് ഈ ഒറ്റ കാര്യമുള്ളൂ. കളങ്കം പറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെ ഞാൻ എന്റെ വാഗ്ദത്തം പൂർത്തീകരിക്കാം? ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അത് തന്നെയാണ് നമ്മളെ നോക്കിയിട്ട് പറയുന്നത്. യഥാർത്ഥമായി നിഷ്കളങ്കതയോടെ നമ്മുടെ ജീവിതത്തിൽ കളങ്കം പറ്റാതെ നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മളിലേക്ക് വെളിപ്പെടാൻ പോകുകയാണ്. ദൈവം പറഞ്ഞു, ഇനി ശരി, നിന്നെ ഇനി അബ്രാം എന്നല്ല വിളിക്കുന്നത്, അബ്രഹാം എന്ന് വിളിക്കപ്പെടും. അബ്രാം എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, ഉയർന്ന പിതാവ്. അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം ദൈവം തന്നെ പറഞ്ഞു കൊടുത്തു, ഇനി നിന്നെ ബഹുജാതികൾക്ക് ഞാൻ പിതാവാക്കി വെക്കും. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാ,
അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ഇനി വിശ്വാസികളുടെ പിതാവ് ആരാണ്? അബ്രഹാം അത്രേ. ഗലാത്യർ 3:6 നമുക്കത് വായിക്കാൻ സാധിക്കുന്നു. എന്നാൽ ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിലും അബ്രാമിനെ ദൈവം അബ്രഹാം എന്ന് ട്രാൻസ്ഫോം ചെയ്തുവെങ്കിൽ അവിടെ ഒരു വാഗ്ദത്തം ദൈവം വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഞാൻ നിന്നെ ആ അബ്രാമിൽ നിന്നും അബ്രഹാമിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നത്? എന്തിനാണെന്ന് അറിയാമോ? നിന്നെ എനിക്കൊന്ന് വർദ്ധിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. വർദ്ധിപ്പിക്കാൻ വേണ്ടി ദൈവം എന്നാ ചെയ്യുന്നറിയാമോ? അബ്രാമിനെ വിളിച്ച് അബ്രഹാമാക്കി വെച്ചു. ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു. വിശ്വാസികൾക്ക് പിതാവാക്കി വെച്ചു. ഉയർന്ന പിതാവെന്നും പറഞ്ഞ് അബ്രാം നടന്നിരുന്ന ടൈമിൽ ദൈവം പറയാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എന്റെ ചില വാഗ്ദത്തങ്ങൾ നിന്നിൽ നിറവേറാനുണ്ട്. കാരണം എനിക്ക് നിന്നെ എന്ത് ചെയ്യണം? ഒന്ന് വർദ്ധിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അബ്രാമിൽ നിന്ന് അബ്രഹാമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഒരു വർധനവ് അനുഭവിക്കും. പക്ഷെ എപ്പോഴാണ് ദൈവമക്കളെ വർധനവ് അനുഭവിക്കുന്നത്? നിഷ്കളങ്കതയോടുകൂടെ കടക്കുമ്പോൾ, കളങ്കം പറ്റാതെ നമ്മളെ തന്നെ സൂക്ഷിക്കുമ്പോൾ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വർധനവ് സംഭവിക്കും. എന്തുകൊണ്ടാണ് വർധനവ് സംഭവിക്കാത്തെ? പ്രാർത്ഥനയുടെ കാര്യത്തിൽ വർധനവില്ല, ആത്മീക ചിന്തകളിൽ വർധനവില്ല, സാമ്പത്തിക വിഷയത്തിൽ വർധനവില്ല, ദൈവ സഭകളിൽ വർധനവില്ല, ആത്മാക്കളുടെ വിഷയത്തിൽ വർധനവില്ല, ആത്മീക ജീവിതത്തിന്റെ മുന്നേറ്റത്തിൽ വർധനവില്ല. എല്ലാം ഇങ്ങനെ ഒരു പോത്തുവരത്വത്തിൽ എന്ത് ചെയ്യുക? പേരിന് മാത്രം പോകുക. കാരണം എന്താണെന്ന് അറിയാമോ? കളങ്കം ജീവിതത്തിൽ പറ്റുന്നത് കൊണ്ട്, നിഷ്കളങ്കരായി നടക്കാൻ പറ്റാത്തത് കൊണ്ട്, കളങ്കം സംഭവിക്കുന്നത് കൊണ്ട് ഒന്നിലും ഒരു വർധനവില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്നിലും വർധനവില്ല. ഇന്ന് പകല് പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി പറഞ്ഞുകൊണ്ടാ ഈ വചനവുമായി നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് പകല് ദൈവ സന്നിധിയിൽ യഥാർത്ഥമായി ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച കർത്താവേ, എന്റെ ജീവിതത്തിൽ ഞാൻ ആത്മീയരാണെന്നും അറിഞ്ഞ് നടന്നു, ആത്മീകത്യാന്നും പറഞ്ഞ് നടന്നു, പക്ഷെ ഒന്നിലും എനിക്ക് വർധനവിലേക്ക് കയറി വരാൻ കഴിയുന്നില്ല. ഒന്നിലും എന്റെ ജീവിതത്തിൽ ഒരു വർധനവില്ല. പ്രാർത്ഥിക്കാൻ ഒരു വർധനവില്ല. 5 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്യുക. യേശുവിന്റെ നാമം പറഞ്ഞ് ആമേൻ പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോകുക. എന്റെ ആത്മീക കാര്യങ്ങളിൽ ഒരു വർധനവിലേക്ക് വരുന്നില്ല. സാമ്പത്തിക നിലവാരത്തിൽ ഒരു വർധനവിലേക്ക് വരുന്നില്ല. സഭയോടുള്ള ബന്ധത്തിൽ ദൈവദാസന്മാരെ കേട്ടോ, ദൈവിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവരെ എന്തുകൊണ്ട് വർധനവ് വരുന്നില്ല? എന്തുകൊണ്ട് സഭകളിൽ ആത്മാക്കൾ വളരുന്നില്ല? ഇതിന്റെ ഒക്കെ കാരണം ദൈവസന്നിധി നിഷ്കളങ്കതയോടെ നിൽക്കുന്നില്ല. ദൈവം മുൻപാകെ നിഷ്കളങ്കതയോടുകൂടെ നിന്നാൽ ദൈവം നമ്മെ ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇന്ന് പകൽ കേൾക്കപ്പെടുന്ന ദൂത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഉറച്ചിരിക്കട്ടെ. എന്നിട്ട് കർത്താവിന്റെ അടുക്കൽ വന്ന് നിന്നിട്ട് പറ, ദൈവമേ, പലപ്പോഴും എന്റെ ജീവിതത്തിന്റെ കുറവ് എന്നെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നത്. ആത്മീക ജീവിതം സ്റ്റക്ക, ശുശ്രൂഷ സ്റ്റക്കായി നിൽക്കുകയാ, മുന്നോട്ടുള്ള ഗമനങ്ങൾ എല്ലാം എന്റെ സ്റ്റക്കായി നിൽക്കുകയാ, ഫാമിലിയിൽ ഞാൻ സ്റ്റക്കായി നിൽക്കുക, ജോലികൾ സ്റ്റക്കായി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല. ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാം സ്റ്റക്കായി നിൽക്കുന്ന അനുഭവങ്ങള്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വ്യക്തമായി പറയുകയാ, സ്റ്റക്കായി നിൽക്കുന്നിടത്തുനിന്ന് ദൈവത്തിനൊന്ന് കൊണ്ടുവരാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഫ്രൈബസിസ്റ്റേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് തന്നെയാണ് നിങ്ങളോട് വിളിച്ചു പറയുന്നത്. ഈ ശുശ്രൂഷയല്ല, ദൈവം വലിയ ശുശ്രൂഷയുടെ മേഖലകളിലേക്ക് അനേക ജനത്തിന്റെ മുൻപാകെ ഓൺലൈനിൽ മാത്രമല്ല അല്ലാതെയും ദൈവത്തിന് നിർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ വർദ്ധിപ്പിക്കുന്ന ഒരഭിഷേകം, ഒരു ട്രാൻസ്ഫോർമേഷൻ ദൈവം നിങ്ങളുടെ മേൽ പകരപ്പെടുവാൻ ആഗ്രഹിക്കുക. കുടുംബമായി ഈ ദിവസങ്ങളിൽ എന്റെ സന്നിധിയിൽ നിന്നോ ഒരു മനുഷ്യനെയും നിങ്ങൾ നോക്കരുത്. അവരെന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കരുത്. കർത്താവിൽ മാത്രം ആശ്രയം വെച്ച് കർത്താവിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് അതനുസരിച്ച് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ കൂടെ കർത്താവ് ചെയ്യാൻ പോകുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക,
മനുഷ്യന്റെ വാക്കുകളെ നീ ഭയപ്പെടരുത്. ദൈവാത്മാവ് പറയുന്നു, മനുഷ്യന്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ എന്റെ വാക്കുകൾക്ക് വില തന്ന് മുന്നോട്ട് പോകുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓൺലൈനിൽ എന്ന പോലെ അല്ല, ഓഫ്ലൈനിലും കർത്താവ് നിർത്തി ദൈവപ്രവൃത്തികൾക്കായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രയോജനപ്പെടുത്താൻ പോകുക. വാക്കുകളുടെ മേൽ അധികാരം നൽകി തരാൻ പോകുക. അധികാര ഇപ്പൊ തന്നെ പ്രാർത്ഥിച്ച് പ്രാപിച്ചു. അധികാര ഇപ്പോൾ തന്നെ ഞാൻ അത് റിലീസ് ചെയ്യുമ്പോൾ, ആത്മാവിൽ റിലീസ് ചെയ്യുമ്പോൾ അത് ഇപ്പോൾ തന്നെ റിസീവ് ചെയ്തു. വാക്കുകളുടെ മേൽ അധികാരം, വാക്കുകളുടെ മേൽ അധികാരങ്ങൾ നൽകി തന്ന് ഇനിയുള്ള നാളുകളിലെ ശുശ്രൂഷകൾ അങ്ങനെ വെളിപ്പെട്ടു വരും. നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കും. യോശുവ സൂര്യനെ നോക്കിയിട്ട് പറഞ്ഞു നിൽക്കാം, ചന്ദ്രനെ നോക്കിയിട്ട് പറഞ്ഞു അവിടെ നിൽക്കുക. അതുപോലെ ചില സാഹചര്യങ്ങളെ നോക്കിയിട്ട് നിൽക്കുക എന്ന് പറയുന്ന അഭിഷേകത്തിന്റെ ശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവദാസിയെ നിങ്ങളുടെ മേൽ പകരപ്പെടുവാൻ ആഗ്രഹിക്കുക. ഈ ദിവസങ്ങളിൽ പേഴ്സണലായി നിങ്ങൾ പ്രാർത്ഥിച്ചോ, കുടുംബമായി പ്രാർത്ഥിച്ചോ, അധികാരത്തിന്റെ ശുശ്രൂഷകളിലേക്ക് ദൈവാത്മാവെ നടത്തണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഒന്നിനെ കുറിച്ച് വിചാരപ്പെട്ടു പോകണ്ട, ഒന്നിനെ കുറിച്ച് ശങ്കിക്കണ്ട. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എന്റെ മുഖം നോക്കി കാലെടുത്ത് വെക്ക, ഞാൻ ഈ ദിവസങ്ങളിൽ ആ മേഖലകളിലേക്ക് നടത്തുമെന്ന് ദൈവാത്മാവ് വ്യക്തമായി ആലോചന അറിയിക്കട്ടെ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി ടെസ്റ്റ് മണികളുണ്ട് പ്രിയമുള്ളവരെ. അതൊക്കെ പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് ആകെ കൂടെ തന്നിരിക്കുന്ന 10 മണി വരിക. ആ 10 മണി കൊണ്ട് ഒന്നും ആകത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യും. ഏത് രോഗങ്ങളുടെ നടുവിൽ അനേക രോഗങ്ങളിൽ കൂടെ ഞാൻ കടന്നുപോയ വ്യക്തിയാണ്. പക്ഷെ ഞാൻ രോഗത്തെ നോക്കിയിട്ട് പറഞ്ഞ, പിശാചേ, നിനക്ക് എന്റെ മേലെ രോഗം കൊണ്ടുവന്നിടാൻ എന്താ അധികാരം? അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോക്കൂ. കാരണം ഞാൻ ഒരു ദൈവിക സൺഷിപ്പിൽ നിൽക്കുന്നയാളാ, ഞാൻ ദൈവിക അധികാരത്തിൽ നിൽക്കുന്നയാളാ. അതുകൊണ്ട് എന്റെ മേൽ നിനക്ക് രോഗമിടാൻ ഒരധികാരവും ഇല്ല. അതുകൊണ്ട് നീ കൊണ്ടുവന്നിട്ട രോഗം നീ തന്നെ എടുത്തോണ്ട് പോക്കോ. കാരണം ഞാൻ ദൈവിക സൺഷിപ്പിലാണ് നിൽക്കുന്നത്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇതൊക്കെ കർത്താവിനോട് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങും. നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ ദൈവസന്നിധി ഞാൻ നോക്കുക, ആ രോഗം അവിടെ ഉണ്ടോന്ന്. പക്ഷെ ആ രോഗം അവിടെ കാണത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതെ, അങ്ങനെ തന്നെ അപ്രത്യക്ഷമാകുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചയാളാ. എന്റെ ഡിസ്ക് കംപ്ലൈന്റ് ആയിട്ട് എല്ലാം അകന്നു പോയി. ഡോക്ടർമാര് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ തന്നെ അത് എന്ത് ചെയ്യും, സൗഖ്യമാക്കും. പക്ഷെ എന്റെ സന്നിധിയിൽ ഒന്ന് കുറച്ചിരിക്കണം. അടുത്ത ശുശ്രൂഷയുടെ ലെവലുകളിലേക്ക് എനിക്ക് കയറ്റണമെങ്കിലുണ്ടല്ലോ ഇനി ഒരു 21 ഇരുന്ന് ശരിയായ രീതിയിലുള്ള ഒരു അധികാരത്തിലേക്ക് കയറുക. അപ്പൊ ഞാൻ തന്നെ അതങ്ങ് സൗഖ്യമാക്കും. അങ്ങനെ ഇരുന്നിട്ടുണ്ട്. ദൈവ സന്നിധിയിൽ ഇരുന്ന് 17-18 ദിവസത്തിന്റെ ഉള്ളിൽ എവിടെയോ വെച്ച് ഈ സംഗതി അഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഇന്ന് മണിക്കൂറുകൾ നിന്ന് ശുശ്രൂഷ ചെയ്താലും എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അനേക രോഗസൗഖ്യങ്ങൾ ജീവിതത്തിൽ പ്രാപിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് ഇതൊക്കെ എടുത്ത് പറയുന്നത് ദൈവമക്കളെ, ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെയാ, എന്റെ സാക്ഷ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാ ഞാൻ മെസ്സേജ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്ര ഉറപ്പോടും ധൈര്യത്തോടും പറയുന്നത്. നിങ്ങൾ പാപം ചെയ്യാൻ നിന്നുകൊടുക്കരുത്. നിങ്ങളുടെ വാവുണ്ടാകട്ടെ, ചിന്ത കൊണ്ടാകട്ടെ, കണ്ണുകൊണ്ടാകട്ടെ, പ്രവൃത്തി കൊണ്ടാകട്ടെ, ഒന്നുകൊണ്ട് നിങ്ങൾ പാപം ചെയ്യരുത്. നിഷ്കളങ്കതയോടെ നിൽക്ക്. കർത്താവേ, ഞാൻ നിന്റെ സൺഷിപ്പില, ഞാൻ നിന്റെ മകളാ, നിന്റെ മകളാണ് ഞാന്. അതുകൊണ്ട് എന്നെ കർത്താവെ നിന്റേതാക്കി നീയുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രം എന്നെ നിർത്തണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് അത് ചെയ്യും ദൈവമക്കളെ. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ നിഷ്കളങ്കതയോടെ നിന്നോണം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല. കളങ്കം പറ്റുന്ന ഒന്നിലും, നമ്മുടെ പ്രവൃത്തികളിലോ ചിന്തകളിലോ നോട്ടത്തിലോ സംസാരത്തിലോ മറ്റുള്ളവരോടുള്ള സംസാരത്തിലോ ഒന്നും വാഗൊണ്ടൊരു ദൂഷണം പോലും പറയാൻ നമ്മൾ നിൽക്കരുത്. യഥാർത്ഥ ദൈവിക വിശുദ്ധിയിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അടുത്തതിലേക്ക് നമ്മൾ പോകുക. 17-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് ദൈവം പറയുകയാണ് അബ്രാഹാമിനോട്, അബ്രാഹാമേ, ഞാൻ നിന്നോട് നിന്റെ ഭാര്യയെ കുറിച്ച് കുറച്ച് കാര്യം പറയാൻ പോകുക.
അവളെ ഇനി സാറായി എന്നല്ല വിളിക്കേണ്ടത്, സാറ എന്നാ വിളിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അവളുടെ സാറായി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ഞാൻ ഡിക്ഷണറി ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്തപ്പോ പ്രിൻസസ് എന്നുള്ള വാക്കാ കേട്ടത്. പക്ഷെ സാറ എന്നുള്ള വാക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ അതിന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? പ്രഷ്യസ് എന്നുണ്ട്, പ്രിൻസസ് എന്നുണ്ട്, നോബൽ ലേഡി എന്നുണ്ട്, സ്വീറ്റ് എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്. എന്നിട്ട് ദൈവം അബ്രഹാമിനോട് പറയാ, നിന്റെ ഭാര്യയുടെ പേരും ഞാനൊന്ന് മാറ്റാൻ പോകുകയാ. ഇനി അവളെ എന്നാ ചെയ്യണം? സാറായിൽ നിന്ന് സാറയിലേക്ക് ഞാൻ അവളെ ട്രാൻസ്ഫോം ചെയ്യാൻ പോകുകയാണ്. കാരണം വാഗ്ദത്തം നിറവേറണമെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഇല്ലാതെ എന്ത് ചെയ്യത്തില്ല? കുടുംബമായിട്ടുള്ള ഒരു ദൈവപ്രവർത്തികളിലേക്ക്, ദൈവിക വാഗ്ദത്തത്തിലേക്ക് കടന്നു വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിന്റെ ഭാര്യയ്ക്ക് നീ സാറായി എന്നല്ല നീ വിളിക്കേണ്ടത്, സാറ എന്ന് വിളിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്തിനാണെന്ന് അറിയാമോ ദൈവമക്കളെ? ആ സഹോദരിയെ സാറായ എന്നുള്ള പേര് മാറ്റി സാറയാക്കി നിർത്തിയിട്ട് ദൈവം ആ സഹോദരിയെ കുറിച്ച് പറയുകയാണ്, എനിക്ക് അവളെ ഒന്ന് അനുഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനോട് പറഞ്ഞു, എനിക്ക് നിന്നെ വർദ്ധിപ്പിക്കണം. സാറയോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്നങ്ങ് അനുഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ കേട്ടിട്ടും പറഞ്ഞിട്ടും 18-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തു. അടുത്ത വർഷം ഈ നേരമാകുമ്പോൾ ഞാൻ എന്നെ ചെയ്യും, സാറയ്ക്കൊരു കുട്ടി ഉണ്ടാകും. ഇത് കേട്ട് സാറ എന്ത് ചെയ്തു? ചിരിച്ചു. ഉടനെ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ദൈവം എന്ത് പറഞ്ഞു? യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, നമ്മളൊക്കെ അങ്ങനെയാ. ദൈവിക വാഗ്ദത്തം കേട്ടു, നമ്മുടെ പ്രായം നോക്കിയിട്ട് എന്ത് ചെയ്യും? നമുക്കൊരു ചിരിയൊക്കെ വരും. ഇനി ഏത് കാലത്താ ദൈവത്തിന്റെ വാഗ്ദത്തം? ഞാനൊരു സഭയിൽ ശുശ്രൂഷ ചെയ്യാൻ പോയപ്പോൾ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, അനേക പ്രവാചകന്മാര് ഈ സഭയിൽ വന്ന് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, എന്നാൽ ആ പറഞ്ഞ പ്രവചനങ്ങളൊന്നും ആ സഭയുമായി ഒരു ബന്ധം പോലും ഇല്ലാതിരുന്നതാണെന്ന്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതാണെങ്കിലും എനിക്കത് വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ എന്തെല്ലാം കേൾക്കുന്ന. പക്ഷെ കർത്താവ് എന്നെ ശുശ്രൂഷയ്ക്ക് നിർത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്ന് കർത്താവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് പോകും? അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് കൈപൊക്കിക്കേ എന്ന് പറഞ്ഞപ്പോൾ ദൈവദാസനടക്കം ഒറ്റ കുഞ്ഞുങ്ങളും കൈപൊക്കിയില്ല. ദൈവത്തിന് സ്തോത്രം. ആരും കൈപൊക്കിയില്ല. ആ വ്യക്തി ഒന്നും, ഒറ്റ കുഞ്ഞുങ്ങൾ പോലും കൈപൊക്കിയില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ കൈപൊക്കാതിരുന്ന കർത്താവ് എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോകാതെ ഇരിക്കുന്ന നിങ്ങളിലേക്കാണോ വാഗ്ദത്തം വെളിപ്പെട്ട് വരുന്നത്? അത് ദൈവദാസ നിങ്ങൾ പറഞ്ഞത് ശരിയില്ല. ആ പറഞ്ഞ വാഗ്ദത്തവും നിങ്ങളുമായിട്ട് ഒരു പൊരുത്തവും ഇല്ല. ആ സഭയ്ക്ക് ഒരു പൊരുത്തവും ഇല്ല. കാരണം നന്നാകാതെ വല്ല വാഗ്ദത്തവും നിവർത്തീകരിക്കപ്പെടുകയോ ചെയ്യുമോ? ദൈവത്തിന് സ്തോത്രം. സാരയോട് പറഞ്ഞ അവളെ ചിരിക്കുന്നതൊക്കെ ശരി തന്നെയാ, പക്ഷെ വാഗ്ദത്തം കിടക്കുകയാ. എന്നാൽ ദൈവം പ്രത്യേകമായിട്ട് ഒരു കാര്യം പറഞ്ഞു, ദൈവത്തിന് കഴിയാത്ത എല്ലാ കാര്യവുമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് കഴിയാത്ത എല്ലാ കാര്യവുമുണ്ടോ? ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ അത് തന്നെ മനസ്സിലാക്കി കാണാം. നിങ്ങളുടെ പ്രായം ഒന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇനിയും നിങ്ങളിൽ സംഭവിക്കാനുള്ളതുണ്ട്, ഇനിയുമുണ്ട്. ദൈവം നിങ്ങളോട് പ്രോഫസി പറഞ്ഞതുണ്ട്, ദൈവം നിങ്ങളോട് വാഗ്ദത്തം ചെയ്തതുണ്ട്. നിങ്ങൾക്ക് പ്രായം ഇത്രയായി കാണും, പക്ഷെ ഒരു കാര്യം വ്യക്തമായി ദൈവാത്മാവ് പറയുകയാ, ഞങ്ങൾ ദൈവസന്നിധിയില് ഒന്ന് യഥാർത്ഥമായി താഴ്ത്തിയേൽപ്പിച്ച് നിഷ്കളങ്കതയോടുകൂടെ നിന്നാൽ സാര ചിരിച്ചതുപോലെ നിങ്ങളുടെ ചിരിയൊക്കെ അങ്ങ് മാറ്റിക്കളാം. എന്നിട്ട് കർത്താവിനോട് പറ, ദൈവമേ നീ പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. നീ പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിനി എത്ര പ്രായമായിക്കോട്ടെ, കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ പരിശുദ്ധാത്മാവ് മറ്റുള്ള വചനങ്ങളിലേക്ക് ഇങ്ങനെ എന്നെ ഒഴുക്കി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ടേക്കൊക്കെ പോയാൽ ഞാൻ എന്ത് ചെയ്യുന്നല്ല, ദൈവാത്മാവ് കറക്റ്റ് ദൂതിലേക്കാണ്. നമ്മൾ ഒരു കാര്യം ചിന്തിച്ചോണം. യോസഫിനെ കുറിച്ച് ഭയങ്കര ദർശനം വെളിപ്പാടുമൊക്കെ കണ്ടു, ഭയങ്കര ദർശനമൊക്കെ കണ്ടു. സഹോദരങ്ങളോട് പറഞ്ഞു, മാതാപിതാക്കളോട് പറഞ്ഞു. അവരെല്ലാം ചോദിച്ചു, ഓ നീ ഞങ്ങൾക്കൊക്കെ വലിയ ആളാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്? ഇതൊക്കെ ഞാൻ നിങ്ങളോട് സിമ്പിൾ ആയിട്ടാണ് ദൈവമക്കളെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വലിയ ആളാകുന്നാണോ നീ പറയുന്നത്? അപ്പൊ യോസഫ് പറഞ്ഞു, ഞാൻ കണ്ടത് പറഞ്ഞേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നെ ദൈവം കാണിച്ചു, ഞാൻ അത് നിങ്ങളോട് ഷെയർ ചെയ്തു. പക്ഷെ പിന്നെ നമുക്ക് കാണുമ്പോ ഒട്ടക്കണ്ടി പോയി, പിന്നെ എന്ത് ചെയ്തു? ധ്യാനിൽ പോയി, അവിടെയെല്ലാം പോയി, ലാസ്റ്റ് പോയി ജയിലിലും കിടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, അപ്പൊ ആ കണ്ട വാഗ്ദത്തൊക്കെ എന്തൊക്കെയായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്തു വെച്ച് നിങ്ങളോട് പറയട്ടെ ദൈവമക്കളെ,
ആ വാഗ്ദത്തം, ആ കണ്ട ദർശനങ്ങൾ, ആ കണ്ട സ്വപ്നം ആ വീടിനെ കേന്ദ്രീകരിച്ചു മാത്രമുള്ളതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പൊട്ടക്കിണറിൽ വീണത് മുഖാന്തരം, ജയിലിൽ പോയി കിടന്നത് മുഖാന്തരം ദൈവം എന്നാ ചെയ്തെന്നറിയാമോ? ആ ദർശനത്തെ, ആ സ്വപ്നത്തെ ഒരു രാജ്യത്തിന്റെ എക്സ്പാൻഷനിലേക്ക് കടക്കത്തക്ക വിധത്തിൽ ഒരു യോസഫിനെ ദൈവം ഉപയോഗിച്ചു. ദൈവത്തിന് സ്തോത്രം. ആദ്യം പറഞ്ഞത് സ്വന്തം കുടുംബത്തിലുള്ള എന്താ പറയുന്ന സ്വപ്നം മാത്രമായിരുന്നു, ദർശനം മാത്രമായിരുന്നു. പക്ഷേ യോസഫ് വിചാരിച്ചില്ല, ഞാൻ ഈ പൊട്ടക്കിണറ്റിൽ പോകും, മിദ്യാനെ വറവനെ വീട്ടിൽ പോയി നിൽക്കും, പിന്നെ എന്ത് ചെയ്യും, അവിടുത്തെ പ്രധാനപ്പെട്ട ആളുടെ വീട്ടിൽ പോയി പണിയെടുക്കും, അവസാനം പോയി ജയിലിൽ കിടക്കുന്നൊന്നും അദ്ദേഹം വിചാരിച്ചില്ല. പക്ഷെ ദൈവം എല്ലാം അവിടെ കൊണ്ട് ഇട്ടേച്ചു കളഞ്ഞു. യോസഫിനോട് പറഞ്ഞു, യോസഫേ, ഒരു കാര്യമുണ്ട്. ആദ്യം ഞാൻ നിന്നോട് പറഞ്ഞത് കുടുംബത്തിൽ വെച്ച് നിന്നെ മാനിക്കൂ എന്നൊക്കെയാ പറഞ്ഞത്. പക്ഷേ ഈ കഷ്ടതകളിൽ കൂടെയൊക്കെ നിന്നെ ഞാൻ കടത്തി വിട്ടത് എന്തിനാണെന്നറിയാമോ? നിന്റെ പേരൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിന്നെ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കിക്കണം. നമ്മൾ നോക്കിക്കേ, യോസഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ജയിലിലായിരുന്നപ്പോഴും കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തം കുടുംബത്തിന്റെ ഉള്ളിൽ നിന്നെങ്കിലും പരമാർത്ഥതയോടുകൂടെ നിന്നതുകൊണ്ട്, കുറ്റമില്ലാത്തവനായി നിന്നതുകൊണ്ട് ഒരു രാജ്യത്തിലേക്ക് തന്നെ എന്ത് ചെയ്തു? വലിയ ഒരു പദവിയിലേക്ക്, ഉയർന്ന പദവിയിലേക്ക്, രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തിലേക്ക്, മിസ്രൈമിന്റെ അടുത്ത സ്ഥാനത്തേക്ക് ദൈവ യോസഫിനെ കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ദൈവമക്കളെ ദർശനവും വെളിപ്പാടും എന്നെല്ലാം പറയുന്നത്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളോട് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ പിടിച്ചു നിൽക്കണം. പക്ഷേ അവിടെ നിരാശപ്പെട്ടു പോകരുത്, അവിടെ തളർന്നു പോകരുത്, അവിടെ ദൈവമേ എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല എന്ന് ചോദിക്കരുത്. അവിടെയെല്ലാം പെർഫെക്ഷനിൽ നിൽക്കണം. പൂർണ്ണതയിൽ നിൽക്കണം. അങ്ങനെ പൂർണ്ണതയിൽ നിന്ന് കഴിയുമ്പോൾ ദൈവാത്മാവ് കർത്താവ് വചനത്തിൽ അബ്രാഹാമിനോട് പറഞ്ഞ പോലെ നിഷ്കളങ്കതയോടെ നിൽക്കണം. നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് സാറയോട് പറഞ്ഞതുപോലെ കയറി ചിരിക്കാൻ നിൽക്കരുത്. വാഗ്ദത്തം ദൈവത്തിൻ്റെതാണ്. വാഗ്ദത്ത നിവർത്തീകരണങ്ങൾ നടക്കും. വാഗ്ദത്തത്തിന്റെ പ്രവർത്തികൾ അത് നിവർത്തീകരിക്കപ്പെടും. അതുകൊണ്ട് നീ അവിശ്വസിച്ചിട്ടുള്ള ഒരു ചിരി ഉണ്ടല്ലോ, അവിശ്വസിച്ചിട്ടുള്ള ആക്കിയ ഒരു ചിരി, നമുക്ക് മലയാളികൾക്ക് പെട്ടെന്നറിയാം ഈ ആക്കിയുള്ള ചിരി. അതുകൊണ്ട് അങ്ങനെ ഒന്നും നീ ചിരിക്കാനും പോകരുത്, നീ പറയാനും പോകരുത്, നീ ഒന്നും ചെയ്യാൻ പോകരുത്. നീ എന്റെ വാക്ക് വിശ്വസിച്ച് നിൽക്ക് സാറേ, ഞാൻ നിനക്ക് വേണ്ടി അടുത്ത വർഷം തന്നെ ആ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ട് കഴിഞ്ഞ ദൈവമക്കളെ അവിടെ ചിരിക്കാൻ പോകരുത്. ഈ കാലഘട്ടം ഇനി നടക്കാൻ പോകുമോ എന്ന് ചിന്തിക്കരുത്. അവിടെ ഇത് സംഭവിക്കാൻ പോകുമോ എന്ന് ചിന്തിക്കരുത്. അവിടെ നീ കണ്ണടച്ച് കർത്താവിൽ വിശ്വസിക്കുക. എൽ ഷഡായിയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞതുപോലെ എൽ ഷഡായിയായ ദൈവം ഇന്ന് പകല് പരിശുദ്ധാത്മ നമ്മളോട് പറയുക, നമ്മളോട് പറഞ്ഞത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്ന് തൊട്ട് നിങ്ങൾ ഇതൊന്ന് പ്രാക്ടിക്കലാക്കിക്കേ. നിങ്ങൾ ദൈവസന്നിധി നേരെ നിൽക്കുക. നിങ്ങൾ നിഷ്കളങ്കരായിട്ട് ദൈവസന്നിധി നിൽക്കുക. 1 മാസം കഴിയുമ്പോ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉള്ളിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുക. 1 മാസം കഴിയുമ്പോൾ തന്നെ. പക്ഷെ അതുവരെ നിങ്ങൾ ഒബ്സർവേഷനിലാണെന്ന് മനസ്സിലാക്കി പോക്കണം. കാരണം എവിടെയൊക്കെയാണ് മുറുമുറുക്കുന്നത്, എവിടെയൊക്കെയാണ് അവിശ്വസിക്കുന്നത്, എവിടെയൊക്കെയാണ് പാപം ചെയ്യുന്നത്, എവിടെയൊക്കെയാ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, എവിടെയൊക്കെയാണ് ദൈവത്തെ അവിശ്വസിക്കുന്നത്, ഇതെല്ലാം നിങ്ങളങ്ങ് മാറ്റിവെക്ക്. ഇന്ന് പകൽ കേൾക്കപ്പെടുന്ന ബുദ്ധൂതിലേക്ക് തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്ക്. എന്നിട്ട് കർത്താവിനോട് പറ, എന്നെ ധൈര്യത്തോടെ നിർത്ത് കർത്താവേ, ഞാൻ ഇനി ഒരു പാപം ചെയ്യാൻ പോകില്ല. ഞാൻ എന്നെ തന്നെ ക്രമീകരിക്കും, എന്നെ തന്നെ നിർത്തും. ഞാൻ വിശ്വസിക്കും കർത്താവിനെ എന്നോട് പറഞ്ഞതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതെനിക്ക് പേരെടുത്ത് പറയാൻ അനേക പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ തന്നെ എന്റെ മുമ്പിൽ 10 മിനിറ്റ് കൂടി എന്റെ മുമ്പിലുള്ളൂ. നമുക്ക് ദൈവവചനത്തിലേക്ക് തന്നെ കടന്നു വരാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകുമ്പോൾ അവിടെ നമുക്കൊരു യാക്കോബിനെ നമുക്ക് കാണാം. തന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി കൂടെ ഇപ്പൊ താനായിരിക്കുക. തനിക്ക് യാബോക്ക് കടവ് കടന്നു, അക്കരെയൊക്കെ കടന്നു, എല്ലാരെയും കടത്തി, പ്രിയപ്പെട്ട ഭാര്യമാരെ മക്കളെയും ഒക്കെ കടത്തി, തനിക്കുണ്ടായിരുന്ന സകല ദാസിദാസന്മാരെ മൃഗസമ്പത്തുകളെ ഒക്കെ യാബോക്ക് കടക്കിന്റെ അക്കരെ നിർത്തി. അദ്ദേഹം തന്നെ ഇപ്പുറത്ത് നിൽക്കുക.
യാബോക്ക് കടലിന്റെ ഇക്കര നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. അവിടെ ആ രാത്രിയിൽ അദ്ദേഹം അതിശക്തമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുകയാണ്. അവിടെ 28ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. യാക്കോബ് നിന്റെ പേരെന്നായിരുന്നു? യാക്കോബ് പറയും, എന്റെ പേര് ഉബായി എന്നായിരുന്നു. കാരണം എന്ത് ചെയ്തിട്ടുണ്ട്? അമ്മായിയപ്പനെ കളിപ്പിച്ചിട്ടുണ്ട്, സ്വന്തം അപ്പനെ കളിപ്പിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ സ്വന്തം സഹോദരനെ കളിപ്പിച്ചിട്ടുണ്ട്. കളിപ്പിക്കാൻ പറ്റിയ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ ഞാൻ കളിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഒക്കെ മുമ്പ് ഞാൻ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ദൈവം പറയുകയാണ്, ഇനി നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ചു ജയിച്ചത് കൊണ്ട് നിന്നെ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാവുമായി. എന്നാൽ ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ പ്രഭു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നോക്കിക്കേ, ദൈവദൂതനോടും അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തോടെന്ന് പറയുന്നുണ്ട്, പക്ഷെ ദൈവദൂതനോടെന്ന് പറയുന്നുണ്ട്. ഏതുമായിക്കോട്ടെ, വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തോടും മനുഷ്യനോടും നീ മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് ഇനി നിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നത് എന്താണ്? അതിന്റെ അർത്ഥം ദൈവത്തിന്റെ പ്രഭു. ആരെങ്കിലും കയറി അങ്ങനെ വിളിക്കോ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. എന്നെ ഇപ്പൊ ഫേബർ സിസ്റ്റർ ജോയ്സി, നിങ്ങൾ എന്റെ പ്രഭുവാന്ന് ജീവിതത്തെ പറയല. പക്ഷെ ദൈവം യാക്കോബിനെ നോക്കിയച്ചങ്ങൾ പറയും, യാക്കോബ് നിന്റെ പേരിന്റെ അർത്ഥം ഇനി എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പ്രഭു എന്ന്. കാരണം ദൈവത്തിന്റെ പ്രഭുവാക്കി വെച്ചു ആരെ? ദൈവം യാക്കോബിനെ ഇസ്രായേലാക്കി. ദൈവമക്കളെ, ഇതാണ് ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. നാം ദൈവത്തിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ജയിച്ചത് കൊണ്ട്. എങ്ങനെ ജയിച്ചു എന്ന് ഹോശേയാവിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവിടെ 12ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അവിടെ പറയുന്നുണ്ട്, മല്ല് പിടിച്ച് പ്രാർത്ഥനയിൽ പോരാടി ജയിച്ചു എന്ന് പറയുന്നുണ്ട്. തന്റെ പുരുഷ പ്രായത്തിൽ യാക്കോബ് പുരുഷ പ്രായത്തിൽ ദൈവദൂതനുമായി മല്ല് പിടിച്ചു ജയിച്ചു. ദൈവത്തിന് സ്തോത്രം. അവിടെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നു. ഇവിടെ എങ്ങനെയാ ജയിച്ചേ? പ്രാർത്ഥനയിൽ അങ്ങ് പ്രവർത്തിച്ചു. ഉടനെ ആ പ്രാർത്ഥനയിൽ ആർക്കിറങ്ങാൻ തന്നെ ദൈവത്തിന് സ്വർഗം തുറന്നു. ദൈവദൂതൻ അവിടെ ഇറങ്ങി വന്നു. ആരുടെ അടുത്ത്? യാക്കോബിനെ അടുത്ത്. എന്ത് ചെയ്തു? ദൈവദൂതനെ കണ്ടപാടെ അദ്ദേഹത്തെ കയറി പിടിച്ചു. ആരെ കയറി പിടിച്ചു? യാക്കോബ് ദൈവദൂതനെ കയറി പിടിച്ചു. അവസാനം മൽപിടുത്തമായപ്പോൾ ദൈവദൂതൻ പറയുന്നുണ്ട്, ഉഷസായി എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആ യാക്കോബ് പറഞ്ഞു, ഞാൻ പിടിയല. കാരണം നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ചു ജയിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? ഞാൻ ഇനി നിന്നെ ഇസ്രായേൽ, ദൈവത്തിന്റെ പ്രഭു എന്ന് നിന്നെ ഇന്നോട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? പേര് വിളിക്കാൻ പോകുകയാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എടുത്തു പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ മേൽ യാക്കോബിനെ പിടിച്ച് ഇസ്രായേൽ ആക്കിയെങ്കിൽ അവിടെ ഒരു വിജയം ദൈവം കൊടുത്തു. നോക്കുക, അവിടെ ജയിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ആ യാക്കോബിന്റെ ജീവിതത്തിൽ നടന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നടന്നത് കൊണ്ട് വലിയ ദൈവപ്രവർത്തി വെളിപ്പെട്ടു. യാക്കോബെ, നീ അറിഞ്ഞില്ല, നീ ആ പ്രാർത്ഥനയിൽ പോരാടി ദൈവത്തിന്റെ ദൂതന്റെ എൻകൗണ്ടർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ ആഴമായ പ്രാർത്ഥനയിൽ ദൈവദൂതന്മാർ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഒരു ഏഞ്ചലിക് എൻകൗണ്ടർ നിങ്ങളുടെ ജീവിതത്തിൽ വേണോ? രാത്രിയുടെ യാമങ്ങളില് ദൈവസന്നിധിയിൽ മുഴങ്കാല് മടക്കി ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചോ? വലിയ ഒരു എൻകൗണ്ടർ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോകുക ദൈവം. ഏഞ്ചലിക് എൻകൗണ്ടർ നൽകി തരും. എന്തിനാ ദൈവത്തിന്റെ ഏഞ്ചലിക് എൻകൗണ്ടർ ദൈവം നൽകി തരുന്നത്? നമുക്ക് യാക്കോബിനോട് ചോദിക്കാം, യാക്കോബേ, നിന്റെ പേര് മാറ്റിയിട്ട് ഏഞ്ചലിക് എൻകൗണ്ടർ വന്നു കഴിഞ്ഞപ്പോൾ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയാനായിട്ട് യാക്കോബിന് കഴിയും, എന്റെ പേര് ഇസ്രായേൽ എന്നാക്കി. തന്നെയുമല്ല, ദൈവത്തിന്റെ പ്രഭുവാക്കി വെച്ചു. തന്നെയുമല്ല, 12 ഗോത്രങ്ങൾ എന്നിൽ നിന്ന് പുറത്തു വന്നു. തീർന്നില്ല, ഒരു രാജ്യമാക്കി എന്നെ മാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവമക്കളെ, ഇന്ന് നമ്മുടെ വീടിന്റെ അകത്ത് നമ്മൾ ഇരിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അനേകരുടെ മുമ്പിൽ, അനേക രാജ്യങ്ങളിൽ ദൈവത്തിന് നമ്മളെ നിർത്താനുണ്ട്. അനേക ഇടങ്ങളിൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനുണ്ട്. അനേക ഇടങ്ങളിൽ കർത്താവിനെ നമ്മളെ നിർത്തി
കർത്താവിന്റെ നാമത്തിന് മഹത്വം വരുമാറ് ദൈവപ്രവൃത്തി നമ്മളിൽ കൂടെ വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. ദൈവമക്കളെ, ഇന്ന് പകല് യാക്കോബിന് കൊടുത്തത് ജയത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. ഏത് പ്രാർത്ഥനയിലും ജയിച്ചു കയറും. എന്തിനാ? ദൂതനോട് മല്ല് പിടിക്കും, മനുഷ്യരോട് മല്ല് പിടിച്ച് ജയിക്കും. അവസാനം ദൈവത്തിന് അത് ദുഃഖമല്ല വരുത്തിയത്, ഇഷ്ടമായിരുന്നു വരുത്തിയത്. പ്രാർത്ഥനയിൽ പോരാടി ജയിച്ചു കയറിയ മനുഷ്യൻ, അതായത് ജയിച്ച ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ വിക്ടറി ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു തന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്റെ സമയം തീർന്നല്ലോ. അതുകൊണ്ട് ദൈവസന്നിധി തുടർന്നും എന്നെ പരിശുദ്ധാത്മാ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് സമയം ഇങ്ങനെ തന്നതുകൊണ്ട് ഞാനും സ്റ്റോപ്പ് ചെയ്യാൻ പോകുകയാണ്. ദൈവസന്നിധിയിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ കേട്ടു, അബ്രാഹാമിന് ഇൻക്രീസിങ് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. ആ സാറയോടുള്ള ബന്ധത്തിൽ ബ്ലെസ്സിങ് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു നടന്നത്. യാക്കോബിനോടുള്ള ബന്ധത്തിൽ വിക്ടറി ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു നടന്നത്. ഇതെല്ലാം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയിട്ടായിരുന്നു ദൈവം എന്ത് ചെയ്തത്? ഇൻക്രീസ് ചെയ്തതും ബ്ലെസ് ചെയ്തതും വിക്ടറിയിലേക്ക് കൊണ്ടുവന്നതും എല്ലാം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയിട്ടായിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മളെ രൂപാന്തരപ്പെടുത്തിയിട്ടല്ലാതെ, നമ്മളെ നന്നാക്കിയിട്ടല്ലാതെ, നമ്മുടെ സ്വഭാവങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ ഓർഡറിലേക്ക് വരാതെ, നമ്മളെ കർത്താവിന് പ്രസാദമുള്ളവരാക്കാതെ ഒരു വാഗ്ദത്തവും നടക്കത്തില്ല, ഒരു ട്രാൻസ്ഫോർമേഷനും നടക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ട്രാൻസ്ഫോർമേഷൻ വരണമെങ്കിൽ നമ്മുടെ ജീവിതം നന്നാകണം. നിഷ്കളങ്കതയോടെ കർത്താവിന്റെ മുൻപാകെ പോകണം. നമ്മൾ ദൈവസന്നിധിയിൽ കർത്താവ് പറയുന്ന ഏത് കാര്യവും വിശ്വസിച്ച്, ദൈവമേ അത് സംഭവിക്കട്ടെ. മറിയം പറഞ്ഞു, ദൈവമേ അടിയനെ സംഭവിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ യാക്കോബ് പറഞ്ഞു, ശരി ദൈവമേ, ഞാൻ ഇനി എന്ത് ചെയ്തോളാം, എന്റെ സഹോദരങ്ങളെയും എന്റെ മനുഷ്യരോടും ഒക്കെ ഞാൻ മല്ല് പിടിച്ച് ജയിച്ചു, ഒക്കെ ശരിയാ. പക്ഷെ ദൈവത്തോട് ഇപ്പൊ മല്ല് പിടിച്ച് ജയിച്ചു. എന്നെ നീ പേര് മാറ്റിയിട്ട് തന്നു. നീ എന്നെ വലിയ വിശാലതകളിലേക്ക്, ദൈവമേ, നീ എന്നെ കൊണ്ടുപോയി ഒരു 12 ഗോത്രങ്ങളുടെ പിതാവാക്കി നീ എന്നെ മാറ്റി, ഒരു രാജ്യത്തിന്റെ തന്നെ പിതാവാക്കി എന്നെ മേറ്റി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അങ്ങനെ കൊണ്ടുവരാൻ പോകുക. കർത്താവിനും അതേ വാഗ്ദത്തമോ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാനായിട്ടുള്ളത്. നമ്മുടെ കണ്ണുകളൊക്കെ അടച്ച് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവേ, ഇന്ന് പകല് കേൾക്കപ്പെട്ടതുപോലെ ദൈവത്തിന്റെ മുൻപാകെ ഞങ്ങളെ നിഷ്കളങ്കരാക്കി ഞങ്ങളെ നിർത്തണമേ. സറായിയുടെ ജീവിതത്തിൽ സാറയാക്കി മാറ്റിയപ്പോൾ ദൈവമേ, ആദ്യം ഒരു പ്രിൻസസ് എന്നുള്ള പേരിലായിരുന്നു നിർത്തിയത്. എന്നാൽ അവളെ ഒരു പ്രഷ്യസ് ആക്കി മാറ്റിയെങ്കിൽ, അങ്ങനെ നീ അനുഗ്രഹിച്ചു കൊടുത്തെങ്കിൽ, ഇന്ന് പകലും നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രഷ്യസ് ആക്കി ഞങ്ങളെ നീ മാറ്റണമേ. ഞങ്ങളെ പ്രഷ്യസ് ആക്കി, കർത്താവിനെ പ്രഷ്യസ് ആക്കി മാറ്റണമേ. യാക്കോബിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്, അവൻ എനിക്ക് വിലയേറിയവനും മാന്യനുമാണെന്ന്. യെശയ്യാപ്രവചനം 49-ാം അധ്യായത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയെങ്കിൽ, ഇന്ന് പകല് ദൈവത്തിന്റെ മക്കളെ, നമ്മളെ നോക്കി കർത്താവ് പറയണം, നിങ്ങൾ എനിക്ക് മാന്യനാണ്, നിങ്ങൾ എനിക്ക് വിലയേറിയ നമ്മളെ ഈ ലോകത്തിൽ കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നെങ്കിൽ നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ തന്നെ പറയണം, മക്കളെ, മകനെ, നിങ്ങൾ എനിക്ക് വിലയേറിയവനോ, നീ എനിക്ക് മാന്യനാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ഈ ട്രാൻസ്ഫോർമേഷനിലേക്ക് നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുക. ഇന്ന് പകല് ദൈവസന്നിധി സമർപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവെ, ഈ വചനം എന്ത് കേട്ടുവോ അതിലേക്ക് തന്നെ നീ ഞങ്ങളെ കൊണ്ടുപോകണമേ. ഞാൻ നിങ്ങളുടെ പേരെടുത്ത് വെച്ച് ദൂതൊന്നും പറഞ്ഞില്ലായിരിക്കാം, പക്ഷേ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അത് ചെയ്യാതിരുന്നത്. നിങ്ങൾക്ക് വ്യക്തിപരമായ ദൂതുകൾ വേണമെങ്കിൽ, ദൈവിക ആലോചനകൾ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ, നിങ്ങൾ ഫേബർ സിസ്റ്ററുടെ കയ്യിൽ നിന്ന് എന്റെ ഫോൺ നമ്പർ മേടിച്ച് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. ഞാൻ അപ്പോൾ എടുത്തില്ലെങ്കിലും ഞാൻ പിന്നീട് ഫ്രീ ആകുമ്പോൾ ഞങ്ങൾ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ ദിവസങ്ങളിൽ എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങനെ വചനം കേട്ടിട്ട് ഞങ്ങൾ സാധാരണ ബുധനാഴ്ച പോലെ ഇതും കേട്ടു തീർന്നു എന്ന് പറഞ്ഞ് പോകാനല്ല ദൈവമാക്കി വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഞങ്ങൾ സാധാരണ ബുധനാഴ്ച കേൾക്കുന്ന പോലെ ഒരു കൂട്ടം ഞങ്ങൾ ഇന്നും കേട്ടോ, അത് തീർന്നു എന്ന് പറഞ്ഞ് പോയാൽ ദൈവം നമ്മളെ പിടിക്കുന്ന ഒരു നിമിഷമുണ്ട്, ദൈവം നമ്മളെ വിധിക്കുന്ന ഒരു നിമിഷമുണ്ട്, ദൈവത്തിന്റെ മുമ്പാകെ കണക്ക് പറയേണ്ട ഒരു നിമിഷമുണ്ട്. നമ്മൾ ഇന്ന് പകൽ നിങ്ങൾ നന്നായിക്കൂ. അതാണ് കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ഏറ്റവും ആവശ്യം. അവിടെ നിങ്ങളെ ഉയർത്തേണ്ടതുണ്ട്, മാനിക്കേണ്ടതുണ്ട്, അനുഗ്രഹിക്കേണ്ടതുണ്ട്. എക്സ്പാൻഡ് ചെയ്യേണ്ടടുത്ത് എക്സ്പാൻഡ് ചെയ്യുക തന്നെ ചെയ്യണം. നമ്മൾ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന അനുഭവങ്ങളല്ല,
ദൈവത്തിന്റെ ആ വിശാലതകളിലേക്ക്. യാക്കോബിനോട് പറഞ്ഞോലെ, ദൈവത്തിന്റെ പ്രഭു എന്ന പേര് വിളിച്ചെങ്കിൽ ഇന്ന് പകല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നോക്കി അങ്ങനെ തന്നെ പറയണം പ്രിയമുള്ളവരെ. അതുപോലെ നാം പ്രാർത്ഥനയിൽ വീണുകിടക്ക്, അതുപോലെ ശുദ്ധീകരണത്തിൽ വീണുകിടക്ക്, ദൈവസന്നിധിയിൽ നന്നാക്, കർത്താവിന്റെ മുൻപാകെ സമർപ്പിച്ചു കൊടുക്ക്, ദൈവത്തിന്റെ മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്ക്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നോക്കിക്കോ, 1 മാസത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങളോട് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നടക്കാൻ തുടങ്ങും. നിങ്ങളുടെ രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കിയിരിക്കും. ഇപ്പോൾ തന്നെ രാത്രി പ്രാവശ്യം തന്നെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളിൽ പല രോഗികൾ സൗഖ്യമായിട്ടുണ്ട്, നിങ്ങളിൽ വിടുതലുകൾ നടന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നോക്കിക്കോ, പരിപൂർണമായി നിങ്ങളെ വിടുവിച്ചെടുത്ത കർത്താവ് നിർത്തുന്ന ഒരനുഭവം നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ പക്ഷേ ദൈവസന്നിധിയിൽ പാപം ചെയ്യാൻ പോകരുത്. ദൈവസന്നിധിയിൽ നിഷ്കളങ്കനായി തന്നെ നിൽക്കണം, നിഷ്കളങ്കരായി തന്നെ നിൽക്കണം. അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാൽ ജീവിതം നന്നാക്കുമ്പോൾ ദൈവിക വാഗ്ദത്തങ്ങൾ ചെയ്യാൻ കർത്താവ് തുടങ്ങും. അവിശ്വാസം നിൽക്കുമ്പോൾ കർത്താവ് ഒരു കാര്യവും നമുക്ക് വേണ്ടി ചെയ്യല. വിശ്വാസത്തിന്റെ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ, പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, വിശ്വാസമില്ല, പക്ഷെ അവിടെ ഒന്നും നടക്കുന്നില്ല. പക്ഷേ വിശ്വാസത്തോടെ, വിശ്വാസത്തിന്റെ കരം പ്രാർത്ഥനയിൽ ഉയർന്നു നിൽക്കട്ടെ. എന്നിട്ട് നമ്മുടെ വാഗ്ദത്തങ്ങൾ ക്ലെയിം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ ദൈവമക്കളെ ഞാനൊക്കെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നത്. വാഗ്ദത്തങ്ങൾ ഓരോന്ന് കേട്ടാലും ദൈവസന്നിധിയിൽ വരും, അതിനെ ക്ലെയിം ചെയ്യും, അത് നടക്കട്ടെ എന്ന് പറയും. അങ്ങനെ പ്രാർത്ഥനയിൽ അത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിന്റെ അനുഭവം കൂടിയാണ്. നിങ്ങളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിങ്ങൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക, അവിടെ നിങ്ങൾക്ക് ദൈവപ്രവൃത്തി നടക്കും. നിങ്ങൾ അതൊക്കെ ഡിക്ലെയർ ചെയ്യുമ്പോഴുണ്ടല്ലോ, ദൈവത്തിന് അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കർത്താവ് പറഞ്ഞതിനെ നമ്മൾ എന്ത് ചെയ്യുക? ക്ലെയിം ചെയ്യുക, നമ്മൾ ഉറപ്പിച്ച് അത് പ്രാപിച്ചെടുക്കുക. ഇങ്ങനെയൊക്കെയാ നമ്മൾ പ്രാർത്ഥിച്ചു കയറേണ്ടത് ദൈവസന്നിധിയിൽ. അതിനായി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകൽ വചനത്തിൽ നിന്ന് കേട്ടതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചു തുടങ്ങുക. നിങ്ങൾ നോക്കിക്കോ, ഇന്ന് മുതൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചു. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യാതെ ഇരുന്നിട്ട് സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾ അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇന്ന് തൊട്ട് നിങ്ങൾ നന്നാകാൻ തുടങ്ങുക, നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്താൻ തുടങ്ങുക. എന്നിട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് നോക്ക്. ഈ സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിക്കണം, സംഭവിച്ചില്ലെങ്കിലും നിങ്ങൾ എന്നെ വിളിക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തെ റെഡിയായ രീതിയിൽ ഒന്ന് നിങ്ങളെ എന്ത് ചെയ്യണം? നല്ല ഒരു ദൈവിക പ്ലാനിൽ നിങ്ങളെ എന്ത് ചെയ്യണം? നിങ്ങളെ മോൾഡ് ചെയ്തെടുത്ത് കർത്താവിന്റെ അടുക്കൽ കൊണ്ട് എത്തിച്ചാൽ ഞാൻ ജയിച്ചു. കാരണം എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ കർത്താവിന്റെ അടുക്കൽ ഞാനും പെർഫെക്ഷനിൽ നിൽക്കണം, നിങ്ങളും പെർഫെക്ഷനിൽ നിൽക്കണം. എവിടെ ഏത് സഭയിൽ പോയാലും, എവിടെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലും എൻ്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, കർത്താവിന്റെ രാജ്യത്തിൽ നിങ്ങളെ നിർത്തി കാണിക്കണം. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്കൊരു സ്പിരിച്വൽ മെന്റർ ഇല്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം പലതും നിങ്ങൾ സംശയത്തിൽ നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അനേക വർഷങ്ങൾ ഇരുത്തി ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അനേക ആത്മീക വിഷയങ്ങളെ കുറിച്ച് ദൈവാത്മാവ് ഒരു ഗ്രാഹ്യം ജ്ഞാനം തന്ന് നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു സ്പിരിച്വൽ മെന്റർ ഇല്ല, പക്ഷെ നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ വളരണമെന്ന ആഗ്രഹവുമുണ്ട്. നിങ്ങൾ എന്നെ വിളിക്കൂ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ സ്പിരിച്വൽ ഗൈഡ് ചെയ്യുവാനായിട്ട് കഴിയും. നിങ്ങൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ ദൈവം മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു പ്രാവശ്യത്തോടെ എന്റെ നന്ദി അറിയിക്കുന്നു. ഫേബസിസ്റ്റെ നിങ്ങൾ വിളിച്ചതിനും ഈ ഡിവൈസിൽ ഇപ്രകാരം ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് അവസരം ഒരുക്കി തന്നതിനും നിങ്ങൾക്ക് എന്റെ നന്ദിയെ അറിയിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ തന്നെ എല്ലാം ദൈവരാജ്യത്തിന്റെ കെട്ടുമണിക്ക് വേണ്ടി ദൈവം നമ്മളെ അവിടെവിടങ്ങളായി നിർത്തിയെങ്കിൽ നമുക്കെല്ലാം ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. പരസ്പരം പ്രാർത്ഥനയിൽ വഹിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ രാജ്യത്തിന്റെ വിശാലതയ്ക്കായി ഒരുമിച്ച് നിന്ന് കർത്താവിന് വേണ്ട രാജ്യത്തിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും എല്ലാ സഹോദരങ്ങളെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന്റെ കൃപയിൽ നിങ്ങൾ നിന്നാൽ മാത്രം മതി. പറഞ്ഞതുപോലെ നിങ്ങൾ അനുസരിക്കുക, വചനപ്രകാരം ജീവിക്കാൻ നിങ്ങൾ നോക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ എല്ലാ മഹത്വവും നന്ദി അർപ്പിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന്, കർത്താവിൻ്റെ വചനത്തിൽ സംസാരിപ്പാൻ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ജോയ്സി